ഓ മാഷാണല്ലോ വിളിക്കുന്നത്. ആ പറഞ്ഞോ മാഷേ. ആ ഷാജി, പെയിന്റിംഗ് പണി 2 ദിവസം കൊണ്ട് തീരൂലേ? പെയിന്റിന്റെ പണി 2 ദിവസം കൊണ്ട് തീരും മാഷേ. ശരി ശരി. എത്ര ആളുണ്ട് പണിക്ക്? നമ്മൾ രണ്ടാളേ ഉള്ളത്. 2 ആളേ ഉള്ളൂ അല്ലേ? അതെ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. അതെ അതെ. അതിനു മുമ്പേ പെയിന്റ് അടിക്കുന്നത് തീർക്കണോ? ആ തീർത്ത് തരാം മാഷേ. അതിനുശേഷം ക്ലീനിങ് വർക്ക് ചെയ്യാനുണ്ട്. ശരി ശരി. അതും നിങ്ങൾ തന്നെ ചെയ്യണം. ആ ചെയ്യാം. ആ വേറെ എന്തേനു? ആ അവിടെ കറണ്ടില്ലേനു അല്ലേ? ആ ഇല്ല മാഷേ. പോസ്റ്റ് പൊട്ടിനേനു, അത് വേഗം തന്നെ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി ശരി. വേറെ എന്തെങ്കിലും പറയാനുണ്ടാ? വേറൊന്നും പറയാനൊന്നുമില്ല മാഷേ. ഓക്കെ, നാളെ വിളി കേട്ടാ. ശരി എന്നാൽ. ഓക്കെ ഓക്കെ. ബൈജു മാഷ് വിളിച്ചിനേനു. ഓ അതെയാ? 2 ദിവസം കൊണ്ട് തീർക്കാൻ പറഞ്ഞിനെ. അത്രയല്ലേ ഉള്ളൂ, 2 ദിവസം കൊണ്ട് തീരൂലേ? എന്നാ വാങ്ങിച്ചിന് കഴിക്കാൻ? പൊറോട്ടയും ചിക്കനും. നമ്മളെ ഒരു കഷ്ടം നോക്കിയാ, ഈ സ്കൂളിൽ 2 ദിവസമായി കറണ്ടില്ലാതെ. അത് ഇലക്ട്രിക് പോസ്റ്റ് ചെയ്തോ പൊട്ടീന് പോലും. സ്കൂൾ തുറക്കുന്നതിൻ്റെ മുമ്പിൽ പൊട്ടിയത് നന്നായി. ആ അതെ. വീട്ടിൽ പോയിട്ട് 3 ദിവസമായി, വീട്ടിൽ നിന്ന് ഒരേ വിളിയാ. ആരാ? അമ്മയാ? ആ അമ്മ. എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്, എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്. ചപ്പിലേ കൂടി നടക്കുന്ന പോലത്തെ ഒരു ഒച്ച. വാ പോയി നോക്കാലോ. ഷാജി, ഫോൺ എടുത്തിട്ട് വാ, വീഡിയോ എടുക്കാം. എന്തോ അവിടെ കുഴിച്ചിടുന്നുണ്ട്. അത് നേരിക്കും ആ പ്ലാസ്റ്റിക് കവറിൽ. വെച്ചിട്ട് പോന്നാന്ന് തോന്നുന്നത്. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. പോന്നാ. നമുക്കെന്നാ പോയിട്ട് നോക്കിയാലോ? ആ നോക്കാം. ബൈജു, ഇത് കഞ്ചാവാണെന്നൊരു സംശയമുണ്ട്. ആ അതെ, വാ വേഗം പോവാ.
കഞ്ചാവാന്ന്. അതെ, കഞ്ചാവാ. കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു കൂട്ടം നായ്ക്കളുണ്ട് ഈ നാട്ടിൽ. ഇവനൊക്കെ എൻ്റെ കയ്യിൽ കിട്ടണം. 2 കൈയും പൊട്ടിച്ചിളക്കോ വേണ്ട. ഷാജി, ഇത് നമ്മൾ കൈമൽ വെച്ചാൽ നമ്മൾ കുടുങ്ങുവേ. എന്നാൽ നമുക്ക് മാഷ വിളിച്ചാലോ? ആ, വിളി. ഫോണ് റിങ് ആവുന്നുണ്ട്, മാഷ് എടുക്കുന്നില്ല. എനിക്കറിയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥനുണ്ട് കണ്ണൂർ, ഒന്ന് വിളിച്ചാലോ? അവർ കണ്ണൂരല്ലേ, നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡല്ലേ? നോക്കാം. ഹലോ. ഹലോ സാറേ, നമസ്കാരം. എന്തേനും ബൈജു? ഒരു കാര്യം പറയാനുണ്ടേനു. പറഞ്ഞോ ബൈജു. സാറെന്നാ പറഞ്ഞത്? വേറെ സാറെ അയക്കാന്നാ പറഞ്ഞു. പേര് ഹരീന്ദ്ര സാറ്. ഇവിടെ അടുത്താ, കാസർഗോഡ്. ഹലോ, ഇത് വൈജു എന്ന് പറഞ്ഞ ആളല്ലേ? അതെ. ഞാൻ ഹരീന്ദ്ര സാറാണേ. കണ്ണൂർ ജെയിംസ് സാർ വിളിച്ചിട്ട് തന്ന നമ്പറായത്. നിങ്ങൾ എവിടുന്നാണ് വിളിക്കുന്നത്? നമ്മൾ കാസർഗോഡ്. നിങ്ങൾ നിൽക്കുന്നിടത്ത് അഡ്രസ്സ് ഒന്ന് പറഞ്ഞേ, ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് നോക്കട്ടെ. ആ, പറയാം. സ്കൂൾ കാസർഗോഡിൻ്റെ അടുത്ത് തന്നെയല്ലേ? വേഗത്തും തോന്നുന്നു. സാറെത്തിയും തോന്നുന്നു. ആരേനു? വൈജു ആരേനു? ഞാനാണ് സാറേ, വൈജു. ഞാൻ ഹരീന്ദ്രനാ, എക്സൈസ് ഓഫീസർ. സാറേ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഓക്കെ. സാറേ, ഇവിടെ കറണ്ടില്ല സാറേ. 2 ദിവസമായിട്ട് പോസ്റ്റ് ചെയ്തോ പൊട്ടീന്നാണ് പറഞ്ഞിട്ട്. ഓ അതെയാ. നിങ്ങൾ രണ്ടാളും സ്കൂളിൽ എന്താ ചെയ്യുന്നത്? സാറേ, നമ്മൾ പെയിൻറ്റിങ്ങിന് വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നതാ, 3 ദിവസമായി വന്നിട്ട്. സാറേ, മാഷ് നമ്മളുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പേരിലാണ് നമ്മൾ ഈ പണിയെല്ലാം ഏൽപ്പിച്ചത്. സാറേ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒച്ച കെട്ടിട്ട് പുറത്തേക്ക് നോക്കിയതാ. ആരോ എന്തോ കുഴിച്ചിടുന്നത് കണ്ട് അത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് സാറേ. അയാൾ പോയപ്പോൾ നമ്മൾ ആ സാധനം എടുക്കുകയും ചെയ്തു. ശരി, ഓക്കെ. നിങ്ങൾക്ക് എന്താ കിട്ടിയത് കാണട്ടെ. സാറേ, ഇതാണ് നമുക്ക് കിട്ടിയ സാധനം. ഇത് അസല് കഞ്ചാവാ. വളരെ നന്നായി, നിങ്ങൾ ചെയ്ത നല്ല കാര്യമാണ്. കാരണം സ്കൂൾ തുറക്കാൻ വേണ്ടി പോവാ. കുട്ടികളെ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. ഇവന്മാരെയൊക്കെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയണം. നിങ്ങൾ പിടിച്ച വീഡിയോ ഇല്ലേ, അത് എൻ്റെ ഫോണിലേക്ക് അയക്കോ കേട്ടാ. സാർ, നമ്പർ അറിയാലോ, ഞാൻ നേരത്തെ നിങ്ങളെ വിളിച്ച നമ്പർ. ആ നമ്പറിലാണ് വാട്സപ്പുള്ളത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ പിടിച്ച വീഡിയോ അയക്കോ കേട്ടാ. ഓക്കെ സാർ. നമുക്കിപ്പോൾ ഒരു സമാധാനമായത് അല്ലേ ബൈജു? അതെ ഷാജി.